ആരെ പ്രഖ്യാപിച്ച്? അതെ, അജിത് കുമാർ അത് സമ്മതിച്ചു. MR അജിത് കുമാർ RSSന്റെ നേതാവുമായിട്ട് തൃശ്ശൂരിൽ നിന്ന് കണ്ടു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞത്? 22-ാം തീയതി രാവിലെ അടിയന്തര പത്രസമ്മേളനം വിളിച്ച് 11:30 മണിക്ക്. അദ്ദേഹം എന്താ പറഞ്ഞത്? MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടു, പിണറായി വിജയന്റെ ദൂതനായി പോയി തൃശൂർ പൂരം കലക്കാനും സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പറഞ്ഞു. ആണല്ലോ, അല്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ എന്തായിരുന്നു അടിയന്തര യോഗത്തിന്റെ കാരണം? വളരെ പെട്ടെന്ന് വരണമെന്നാണല്ലോ പത്രക്കാരോട് പറഞ്ഞത്. ഓടിക്കളിച്ച പത്രക്കാർ പലരും എത്തിയത്. അതിന്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിന്റെ തൊട്ടു മുമ്പ് ആ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വെളിപ്പെടുത്തും. എന്റെ കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിന്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ്. അപ്പോഴാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇവർ തമ്മിൽ കൂടിയാലോചന നടക്കുന്നത്. എന്താ കാരണം? പുനർജനി കേസിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ കുരുങ്ങും എന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ബർമിംഗ്ഹാമിൽ പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ്. അപ്പോൾ ഈ 11:30 മണിക്ക് അദ്ദേഹം ഈ പത്രസമ്മേളനം എനിക്ക് 10:30 മണിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനതിന്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായും. അപ്പോൾ അതുകൊണ്ട് 11:30 മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത്. 11 മണിക്ക് ശേഷം കൃത്യമായ സമയം നിങ്ങൾ TV പരിശോധിച്ചാൽ കാണും. അപ്പം അതിന് ഞാനിങ്ങനെ പറയല്ലേ. അപ്പം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ട്, അജിത് കുമാറുമായി ബന്ധമുണ്ട്. കേരളത്തിൽ RSSുമായി ചേർന്നുകൊണ്ട് LDFനെ ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട്. അപ്പോൾ RSSന്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനർജനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ രക്ഷപ്പെടണം. കേരളത്തിന്റെ പോലീസിനെ അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട്. കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ്. വിദേശത്തുനിന്ന് പണം വന്നതാണ്. ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട്. അത് അടിവരയിടാൻ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ ഒരു സീറ്റ് ഞങ്ങൾ സഹായിക്കാം. ആ വോട്ട് പരിശോധിച്ചാൽ അറിയാലോ ആരെ വോട്ടാ പോയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല, കുറച്ചെങ്കിലും കുറച്ച് വർദ്ധിച്ചിരിക്കുകയാണ്. വോട്ട് പൂർണ്ണമായും പോയത് കോൺഗ്രസിൽ നിന്നാണ്. അത് കണക്കുണ്ടല്ലോ. അപ്പൊ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വിളമ്പുന്നത്. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട്, എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ഇതാ. ശരിക്കും നിങ്ങൾ പരിശോധിക്കുക. വെനസ്ഡേ 1:53. അപ്പോ ഇതേ കൊടുക്കാം. അപ്പം ഈ പറഞ്ഞതുപോലെ PV അൻവറിന് ഈ വിവരം കിട്ടിയിരിക്കുന്നു. PV അൻവർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു. അപ്പൊ അതിനെ നേരെ ഉൾട്ട പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന ADGPയെ ഈ കാര്യത്തിന് BJPക്ക് സീറ്റുണ്ടാക്കി കൊടുക്കാം, അതിന് മറ്റു സഹായം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുരുങ്ങാൻ പോകുന്നത്. അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ. ഞാൻ ED അന്വേഷണത്തിന് തയ്യാറാണെന്ന് പറയട്ടെ. പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ EDക്ക്, എന്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധമുണ്ട്, ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല, ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല, ED അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ. എന്താ എഴുതി കൊടുക്കാത്തത്? വെല്ലുവിളിക്കുന്നു. പിണറായിയെ പേരിൽ ഈ RSSനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക. ഒന്ന് എഴുതി കൊടുക്കട്ടെ. പുനർജനി കേസ് ED അന്വേഷിക്കണമെന്ന്. അത് തന്നെയാണ് വിഷയം. അല്ല, മൊഴിയെടുക്കൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി നിങ്ങൾക്ക് ഇന്നലെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയ പരാതിയാണല്ലോ. ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ആധികാരികമായിട്ട് പറയാനുണ്ടാവുക. അതേ പറ്റാവുന്ന തെളിവുകൾ കൊടുക്കും. പോലീസ് അന്വേഷിക്കേണ്ട തെളിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും.
അത് സത്യസന്ധമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കൂടുതൽ തെളിവുകളൊന്നും കിട്ടിയിട്ടുണ്ടോ? അല്ല, കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒരു ഏകദേശം ഒരു 150-200 ഡീറ്റെയിൽസ് പരിശോധിക്കാൻ പൂർണ്ണമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പുറത്തോട്ട് ശേഷം ഇനി ഞാനിത് പറഞ്ഞോട്ടെ, ഞാനിത് പറഞ്ഞ കാര്യം പൂർത്തിയാക്കട്ടെ. നിങ്ങൾ പോകുന്ന എങ്ങോട്ടോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ ഇന്നലെ മിനിയാന്ന പൊന്നാനിയിലൊരു ലേഡി കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് 3 ഓഫീസർമാരെ കുറിച്ചാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഇതുവരെ പോലീസ് എഫ്ഐആർ എടുത്തിട്ടില്ല. അതിന് പല ഭാഷ്യങ്ങളും നിങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷ MLA ആയ കൊല്ലത്തെ മുകേഷ് MLAക്ക് 10 കൊല്ലം 15 കൊല്ലം മുമ്പ് തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്ത് അടിസ്ഥാനമുള്ളത്? എന്തിലാണ് പോലീസ്, എന്ത് ബേസിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്? അത് 10-15 കൊല്ലം മുമ്പുള്ളതാ. ഇത് 5-8 മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു, പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു. ഇത് അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസി ഉണ്ടല്ലോ. എന്താ ഒരു എഫ്ഐആർ ഇട്ടാലോ കുഴപ്പം? എഫ്ഐആർ ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യാനുണ്ട്. എഫ്ഐആർ എന്നത്തേക്കുമല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി രജിസ്റ്റേർഡ്. പ്രത്യേകിച്ച് സ്ത്രീകളെടുത്താണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താല്? IG-യുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ്. ഇവർ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യട്ടെ. അപ്പോ 10 കൊല്ലം മുമ്പ് ഇടതുപക്ഷ MLA എതിരെ ഏതെങ്കിലും എന്റെ പേരിലും പറയാലോ, ഇനിയിപ്പോ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് വന്നിട്ട് ഇവർ പറയിപ്പിക്കില്ല എന്ന് തോന്നുന്നു. 10 കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ മുകേഷിനെതിരെ കേസെടുക്കാം. സ്വന്തം നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ, പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ, ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് SP-ക്ക് ഒരു പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. ഇത് തന്നെ പോലീസ്. ഇതാണ് പോലീസ്. ആ പോലീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ADGP-യെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ആർക്കും ഇത് മനസ്സിലാവില്ലേ? ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ താങ്കൾ വാട്സ്ആപ്പ് നമ്പർ ഇട്ടത്? പോലീസ് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? പോലീസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. പോലീസിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിൽ ഒരു 10-20% അല്ലെങ്കിൽ 10% ഈ ക്രിമിനലുകളാണ് ജില്ലയിലെ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് കൊടുത്ത പരാതികൾ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പലരെയും പിൻവലിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആരെടുത്തും പോയി പറയാൻ ആത്മവിശ്വാസമില്ല. സാധാരണക്കാരാണ്, ഇടത്തരക്കാരാണ്. അപ്പൊ അവർക്ക് നീതി കിട്ടാതെ പോയ പോലീസിന്റെ ക്രിമിനലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കൂ, നമ്മൾ പരിശോധിക്കാം. ആ പരിശോധനയിൽ നമ്മൾ ആ നാട്ടിൽ വിളിച്ച് അന്വേഷിക്കും. ഈ പാർട്ടി കേരളം മുഴുവണ്ടല്ലോ. ഓരോ വാർഡിലും ഓരോ ഗ്രാമത്തിലും ഈ പാർട്ടിയുണ്ട്. ഈ പെറ്റീഷൻ തരുന്നവർ ആ ഗ്രാമത്തിലായിരിക്കും. അവിടെ ഞാൻ പാർട്ടിക്കാരുമായി ബന്ധപ്പെടും, വെരിഫൈ ചെയ്യും. ബോധ്യപ്പെട്ടാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും. മുഖ്യമന്ത്രി ഇതാണ് ഇതിന്റെ സ്ഥിതി, അന്വേഷിക്കണം. അത് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി അന്വേഷിക്കാനുള്ള സംവിധാനം ഇന്ന് പോലീസിലുണ്ട്. അതിനാണ് നമ്പർ ഇട്ടത്. ഈ VD സതീശന് വേണ്ടിയാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്നാണ് അങ്ങ് ആദ്യം പറഞ്ഞത്. മനസ്സിലായില്ല? VD സതീശന് വേണ്ടിയാണ് ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് ആരോപണം. അല്ല, ഞാനത് ഇപ്പൊ പറയുന്നു. ഇതാണ് അതിന്റെ തിരക്ക് എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി. കാരണം ADGP അജിത് കുമാറും ഇവനും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ പറയുന്നു നമ്മുടെ എന്താ പറയാ സോളാർ കേസ് അട്ടിമറിച്ചത് ഈ പറയുന്ന അജിത് കുമാറാണ്. സരിതയുടെ വെളിപ്പെടുത്തൽ വന്നതാണ്. അജിത് കുമാറാണ് അവരെ ബന്ധപ്പെടുന്നത്. നിങ്ങൾ സ്റ്റേറ്റ് പോലീസിന് കൊടുത്ത മൊഴികളിൽ ചെറിയ മാറ്റം വരുത്തിയാൽ മതി, ചില ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ആ പരാതി കൊടുത്ത സ്ത്രീയല്ലേ, ഞാനല്ലല്ലോ. അപ്പൊ അതിൽ അജിത് കുമാർ ഉണ്ടല്ലോ. ആരാ സോളാർ കേസിലെ പ്രതികൾ? ഈ പറഞ്ഞ UDF-ന്റെ നേതാക്കന്മാരല്ലേ. ഇതൊക്കെ ഒരു പച്ചയായ സത്യം, ഒരു പ്രപഞ്ച സത്യം. ഈ പറയുന്ന അജിത് കുമാറിന് UDF നേതൃത്വത്തിലെ ചിലരുമായും ഇനി കേന്ദ്ര ഗവൺമെന്റിനെ പ്രീണിപ്പിക്കാൻ RSS-ഉമായും ബന്ധമുണ്ട് എന്ന പ്രപഞ്ച സത്യത്തിന്റെ അവസാനത്തെ തെളിവാണിത്. ഞാൻ ഈ അന്വേഷണത്തിൽ പോകണം. അല്ല, അത് അന്വേഷിക്കണം. അജിത് കുമാറിന് അങ്ങനെ പലതും ഉണ്ടാവും, അത് അന്വേഷിക്കണം. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്.